കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം പണിയണമേ. എത്ര പേർക്ക് ഈ പകലൊന്ന് ചേർന്ന് പറയുവാൻ കഴിയും? കുശവൻ കയ്യിൽ. അപ്പാ, ഞങ്ങൾ അവിടുത്തെ കരങ്ങളിൽ കളിമണ്ണ് പോലെയാകുന്നു. നിന്റെ ഇഷ്ടം ഈ പകലൊന്ന് നിറവേറുമാറാകട്ടെ. ഈ രോഗങ്ങൾ നിന്റെ ഹിതമെങ്കിൽ, ഈ പ്രതിസന്ധി നിന്റെ ഹിതമെങ്കിൽ, ഈ ക്ലേശം നിന്റെ ഹിതമെങ്കിൽ, ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടത നിന്റെ ഹിതമെങ്കിൽ, യേശു കർത്താവ് കാൽവറിയിൽ ക്രൂശിക്കപ്പെടുന്നതിന് മുന്നമേ താൻ പ്രാർത്ഥിച്ചതുപോലെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുക്കണമേ എന്ന് പറഞ്ഞപ്പോൾ, ആമേൻ, ഹല്ലേലൂയ, നിന്റെ ഹിതമെങ്കിൽ അത് നിറവേറട്ടെ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ പകൽ നമുക്ക് നല്ല നാഥനോടൊന്ന് പറയുവാൻ കഴിയട്ടെ. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ തിരുക്കരത്താൽ വഹിക്കുന്നവരായി തീരുവാനാണ്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ പ്രതിസന്ധിയിൽ തിരുക്കരങ്ങൾ ഞങ്ങളെ വിടിവിപ്പാനാ. ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ രോഗത്തിന്റെ അവസ്ഥയിൽ ആ തിരുക്കരം ഞങ്ങളെ ഒന്ന് തൊടുന്നത് കാണുവാനാ. കർത്താവേ, ഈ പകൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ആ തിരുക്കരം ഞങ്ങളെ ഒന്ന് തലോടുവാൻ. സൃഷ്ടിച്ച ആമേൻ സകലതിനെയും ഇല്ലായ്മയിൽ സൃഷ്ടിച്ച തിരുക്കരം ഞങ്ങളുടെ മേൽ ഈ പകലൊന്ന് വെളിപ്പെടണമെന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? ആമേൻ. നിങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ എന്തുമാകട്ടെ, നിങ്ങൾ അനുഭവിക്കുന്ന രോഗം ഏത് നിലയിലുള്ളതാകട്ടെ, നിങ്ങൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യം ഏത് പ്രതിസന്ധിയുള്ളതാകട്ടെ, നിങ്ങൾക്ക് ഈ പകൽ വിശ്വാസത്തോടൊന്ന് പറഞ്ഞാട്ടെ, ആ തിരുക്കരം എന്റെ മേലൊന്ന് വെക്കണമേ അപ്പ. മാനുഷിക വാക്കുകളല്ല, മനുഷ്യന്റെ സ്പർശനമല്ല, ആമേൻ, ദൈവിക സ്പർശനം, എ ഡിവൈൻ ടച്ച് നമ്മുടെ മേലുണ്ടാകേണ്ടതിനായി ആഴമേറിയ ദൈവസ്നേഹം ഹൃദയത്തിൽ ഒന്ന് അനുഭവിക്കപ്പെട്ടവരായി ഈ പകലൊന്ന് കർത്താവിനോട് പറയുവാൻ കഴിയട്ടെ. അപ്പ, നിന്റെ കയ്യിൽ അമർന്നിരിക്കുന്ന കളിമണ്ണ് കണക്കെ ഈ പകൽ ഞാൻ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ഹിതത്തിനായി ഞങ്ങളെ ഒന്ന് പണിയണമേ എന്ന് അവൻ ദൈവസന്നിധിയിൽ നിന്ന് ഉറച്ച തീരുമാനത്തോടെ പറയുവാൻ കഴിയട്ടെ. ആമേൻ.